ഞാനേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാനൊരു സോളോ ട്രിപ്പ് പോകുന്ന കാര്യം. സോളോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോണത്, പക്ഷേ ഇതൊരു ടീമിൻ്റെ കൂടെയാണ് കേട്ടോ. ഒരു നാടൻ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു പാക്കേജിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത് മണാലിക്ക്. ഓക്കെ, അപ്പം അതിൻ്റെ പാക്കിംഗ് ആണ് എന്നാ വേണം അറിയാം, നാളെ രാവിലെ. അപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ഡേറ്റ് എടുത്തു. എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചപ്പം തലേ ദിവസം രാത്രിയാണ് ഇപ്പോൾ പാക്കിങ് ചെയ്യാൻ പോണത്. കുറേ സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. കുറേ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തന്നെ എല്ലാം കൂടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഞാനിതാ ഈ ഒരു പെട്ടി ഇതിലാണ് സാധനങ്ങളാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വേറെ ബാക്ക് ബാഗൊന്നും ഞാൻ എടുക്കുന്നില്ല. പിന്നെ ഒരു കയ്യിലൊരു ചെറിയ ബാഗ് ഉണ്ട് കേട്ടോ. നമ്മൾ ആ വലിയ ലഗേജ് ബാഗൊന്നും പിന്നെ എടുക്കുന്നില്ല. ഈ പെട്ടിക്ക് കൊള്ളണം. ഇനി ട്രിപ്പിനെ പറ്റി പറയാം എങ്കിൽ ഇത് 5 ദിവസത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ. അതായത് ഇപ്പോൾ നാളെ ഫെബ്രുവരി 6th ആണ്. 6th ഏർലി മോർണിംഗ് ബസ്സിൽ 6 മണിയാണ് ഇവിടുന്ന് ബസ്സുള്ളത്. 6 മണിക്ക് ഞാൻ ബസ്സിൽ കൊച്ചി പോകും. കൊച്ചി 9 മണിക്ക് എത്തും, എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ. പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ് കേട്ടോ പോകുന്നത്. പലരും ട്രെയിനിൽ പോകുന്നുണ്ട്. നമ്മൾ പോകുന്ന ആളുകളുടെയൊക്കെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പേര് ട്രെയിനിൽ പോകുന്നവരുണ്ട്, ഫ്ലൈറ്റിൽ പോകുന്നവരുണ്ട്. ഞാൻ ഫ്ലൈറ്റിലാണ് പോണത്. അതുകൊണ്ട് ഇച്ചിരി എക്സ്പെൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമുക്ക് മണാലിയൊക്കെ പോയിട്ട് വരാം. ഈ മണാലിൻ്റെ പാക്കേജിന് വെറും 7,000 rupees ഉള്ളൂ. ബാക്കി ട്രാവലിംഗ് അത് ഡൽഹി വരെ എത്തുന്നതും ഡൽഹിയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതൊക്കെ നമ്മളുടെ സ്വന്തം എക്സ്പെൻസ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഫ്ലൈറ്റിലാണ് പോണത്. എനിക്ക് ട്രെയിനിൽ പോകുമ്പോൾ വീണ്ടും 3 ദിവസം എടുക്കും. പിന്നെ എനിക്ക് ട്രെയിൻ അത്ര അങ്ങോട്ട് ഭയങ്കര ഇപ്പോൾ സുലത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൽ പോകാൻ. അവൾ എവിടെ പോകാനും ട്രെയിനിൽ പോവല്ലേ എന്ന് പറയും. എനിക്ക് ട്രെയിൻ എപ്പോഴും ഒരു സ്റ്റെപ്പ് ബാക്കിലാണ്. അപ്പം ഫ്ലൈറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യമായിട്ട് പോകുന്നൊരു സോളോ ട്രിപ്പാണ്. അപ്പോൾ കുറച്ചും കൂടി കംഫർട്ടും ഒരു സെക്യൂറൊക്കെ തോന്നാറുള്ളത് എനിക്ക് എപ്പോഴും ഫ്ലൈറ്റിലാണ്. അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ നാളെ 11:30 കൊച്ചിയിൽ നിന്ന് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത് ഡൽഹിക്ക്. ഡൽഹിയിലെത്തി ഒരു 2:30 ഡൽഹിയിലെത്തും. എന്നിട്ട് നമ്മളൊരു 7 o'clock ഒരു സ്പോട്ട് ഉണ്ട് ഡൽഹിയിൽ തന്നെ ഒരു 30 minutes പോകണം അങ്ങോട്ട്. എയർപോർട്ടിൽ ഒരു 30 minutes കഴിഞ്ഞിട്ടാണ് ആ ഒരു സ്പോട്ട് വരുന്നത്. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ ബസ്സിലാണ് ഹിമാചൽ പ്രദേശിൽ പോകുന്നത്. അവിടെയാണല്ലോ മണാലി ഉള്ളത്. അതൊരു ഓവർനൈറ്റ് ബസ് യാത്രയായിരിക്കും. അങ്ങനെയാണ് നമ്മളുടെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ട്രിപ്പിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ വോയിസ് ഓവർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് വേഗം പാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് ഒരുപാട് സമയം വൈകി കേട്ടോ. ആണ് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച പെട്ടി നമ്മൾ കുഞ്ചൂസിൻ്റെ പെട്ടിയായിരുന്നേ. അവൾക്ക് നമ്മൾ കല്യാണത്തിന് വാങ്ങിച്ചൊരു പെട്ടിയായിരുന്നത്. എനിക്കിങ്ങനെ ഓരോ പ്രൊഡക്റ്റായിട്ട് എടുത്ത് ഷോർട്സ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം ഓൺലൈനിലാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ടൈം കുറച്ച് വൈകിയതുകൊണ്ട് എനിക്ക് എല്ലാത്തിൻ്റെയും വീഡിയോ ചെയ്യാൻ പറ്റില്ല. ക്യാമറ ഒന്ന് പൊക്കി വെക്കട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും പാക്കിങ് ഹിയർ, നീ വേണമെങ്കിൽ അവിടെ കിടന്നു. ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടാണ് വന്നത്. എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കിട്ടുമ്പോൾ ഞാൻ സൈസ് പാകവും അങ്ങനെയൊക്കെ എല്ലാം ഭയങ്കര കറക്റ്റ്. കുറച്ച് ഹീൽസൊക്കെ ഉള്ള ഷൂ ആണ്. എനിക്ക് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എസെൻഷ്യൽ ആയിട്ട് കൊണ്ടുപോകേണ്ട സാധനത്തിൽ പെടുത്തേണ്ട സാധനമാണിത്. മസ്റ്റായിട്ട് കൊണ്ടുപോകേണ്ട പാഡ് എന്തായാലും കൊണ്ടുപോകണമല്ലോ. അപ്പം ഇത് എവേർട്ടീൻ്റെ എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ് കേട്ടോ. ഇത് ഞാൻ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് ഉപയോഗം കൊടുത്താൽ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും ഇത് ഏതിൻ്റെ പാഡാണ് നല്ലതാണല്ലോ എന്ന്. അപ്പോൾ എവേർട്ടീൻ്റെ പാഡാണിത്. ഇത് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സ്കിൻ തിന്നാണ് കേട്ടോ. സ്വതവേ ഇത് തിന്നന്നെയാണ് എവേർട്ടീൻ്റെ പാഡൊക്കെ, പക്ഷേ ഇത് ഭയങ്കര തിന്നാണ് കേട്ടോ. ഞാൻ എക്സലാണ് എപ്പോഴും സൈസ് വാങ്ങിക്കാറ്. ഇത് എപ്പോഴും ഇത് ഉപയോഗിക്കുന്നതിന് ശേഷം ഇപ്പോൾ 2 വർഷമായിട്ടുണ്ടാവും. അതിന് ശേഷം പിന്നെ ഫുള്ള് എവേർട്ടീൻ്റെ ഈ ഒരു പാഡാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക, ചിലതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ഇച്ചിങ്ങും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാവില്ലേ. ഇതൊന്നുമില്ല കേട്ടോ. ഇത് എൻറിച്ചഡ് വിത്ത് മൊരിങ്ങ ആൻഡ് അതുപോലെ അലോവേര ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. അതൊരു സാധാരണ പാഡിനേക്കാളും ഒരു 3 times ഫാസ്റ്റർ അബ്സോർപ്ഷൻ ആണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ടോപ്പ് ലെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ്. അതുകൊണ്ടാണ് അത്രയും ഒരു കംഫർട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ എപ്പോഴും ചില പാഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ. ഇതിൽ അങ്ങനത്തെ ഒരു ഓർഡറോ അതുപോലെ ലീക്കേജ് എന്തായാലും ഉണ്ടാവില്ല. അതുപോലെ ഒരു എക്സ്ട്രാ വൈറ്റ് ബാഗും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ലാസ്റ്റ് പ്രൊട്ടക്ഷൻ ആണ് തരും. നമുക്കൊരു ദൂരയാത്ര പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു യാത്രയിൽ എവേർട്ടീൻ്റെ ഈ ഒരു സ്കിൻ തിൻ പാഡ് തന്നെ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് നല്ല ഹെവി ഡ്രസ്സൊക്കെയാണ് ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ പാഡും കൂടി ഹെവി ആയി കഴിഞ്ഞാൽ അതൊട്ടും കംഫർട്ട് ഉണ്ടാവില്ല. പിന്നെ എവേർട്ടീൻ്റെ സ്കിൻ തിൻ പാഡ് വന്നപ്പോൾ അത് വേഗം പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇത് എത്രമാത്രം തിന്നാണ് ഞാൻ ജസ്റ്റ് എനിക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര അഫോർഡബിളാണ്. ഇപ്പം ഈ ഒരു പാഡ് ഇതിൽ നമുക്ക് 40 പാഡുകൾ ഉണ്ടാവും കേട്ടോ. ഈ 40 പാഡിന് വെറും 499 രൂപയുള്ളൂ കേട്ടോ. 40 പാഡെന്ന് പറഞ്ഞാൽ നമുക്കൊരു എനിക്ക് തോന്നുന്നൊരു 3 periods അല്ലെങ്കിൽ 4 periods വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊന്നാണ് വാങ്ങിച്ച് വെച്ചാൽ പിന്നെ കുറച്ച് മാസങ്ങൾ നോക്കുക വേണ്ട. ഇതുപോലെ ഭയങ്കര തിന്നുമാണ്. അതുപോലെ ഇതിൻ്റെ ബാക്ക് ആണെങ്കിലും കുറച്ച് സ്പേസ് ഉള്ള തരത്തിലാണ് കേട്ടോ. ഇതിൻ്റെ ടോപ്പ് ലെയർ ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് ഇറിറ്റേഷനും അതുപോലെ ഇച്ചിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലർക്കൊക്കെ പാഡ് ബുദ്ധിമുട്ടാണ്, ഒരു ചൊറിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും.
അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ എവേർട്ടീൻ്റെ ഈ പാഡ്സ് വാങ്ങിച്ചോട്ടോ. ഇത് സ്കിൻ തിൻ കൂടിയാണ്, ഭയങ്കര സൂപ്പർ കംഫർട്ടായിട്ടുള്ള പാഡാണ്. അപ്പോൾ എന്തായാലും വാങ്ങിച്ച് നോക്കിയൊക്കെ. ഞാനിതിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഇപ്പോൾ ഇത് കാണുമ്പോൾ പലരും വിചാരിക്കുന്നത് കുട്ടികളില്ലാതെ എങ്ങനെയാണ് പോകുന്നത്, കുട്ടികൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ലേ. അതായത് കുട്ടികളായിട്ട് പോകുന്നതും ഫാമിലിയായിട്ട് പോകുന്നതും സിസ്റ്റേഴ്സായിട്ട് പോകുന്നതും ഫ്രണ്ട്സുമായിട്ട് പോകുന്നതും ഇതെല്ലാം ഭയങ്കര രസമാണ്. അപ്പോൾ ഈ ഒറ്റയ്ക്ക് പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കൂടി നമ്മൾ അതുകൂടി ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഇവിടെ നിന്നാലും നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ കാണാനും, കാരണം നമ്മുടെ ഫാമിലിൻ്റെ കൂടെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ കംപ്ലീറ്റ്ലി ഫാമിലിൻ്റെ കൂടെയുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ആയിരിക്കും. അതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനൊരു ആഗ്രഹം. പിന്നെ എങ്ങനെ വെച്ചാൽ ചിലവാണെങ്കിലും ഒറ്റയ്ക്ക് പോകുമ്പോൾ ചിലവ് കമ്പാരിറ്റീവ്ലി കുറവല്ല, അതുപോലെ റിസ്ക്കും. കുട്ടികളുണ്ടെങ്കിൽ ഇപ്പം മണാലി എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ് വരുന്ന സ്ഥലമല്ലേ, അവരെ ഹെൽത്ത് കണ്ടീഷൻസ് എങ്ങനെയൊക്കെ ആവും, അങ്ങനെ കുറേ ടെൻഷൻസ് അല്ലേ. ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ ഒറ്റത്തടി മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പം അങ്ങനെ അപ്പോൾ എല്ലാത്തരം ട്രിപ്പുകളും പോവും, ഇക്കാൻ്റെ കൂടെയും എല്ലാ ട്രിപ്പുകളും പോകാനും ഇഷ്ടമാണ്. ഇതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റുന്നതാണ്. കാരണം ഈ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യോ ഇങ്ങനെ അങ്ങനെ പോയി എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നില്ലേ. ഇപ്പൊക്കെ എല്ലാവരും പോകുന്നതുകൊണ്ട് കാണുമ്പോൾ നമുക്കും കൊണ്ട് ആഗ്രഹമില്ല അങ്ങനെ ഒന്ന് പോകണം എന്നൊക്കെ. അപ്പം അങ്ങനെ പോയൊക്കെ ഇത് കണ്ടിട്ട് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും ഇങ്ങനെ ഒന്ന് പോകണമെന്ന്. അപ്പം ഇങ്ങനെ ഒന്ന് പോകണമെന്ന് തോന്നുന്നവരൊക്കെ അതിനുള്ളൊരു പ്ലാൻ ചെയ്തു കേട്ടോ. ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്തതാണ്, എന്തായാലും ഈ വർഷമെങ്കിലും ഞാനിത് പോകുന്നില്ല. അപ്പം അത് പോസിബിൾ ആയതുപോലെ നിങ്ങളും പ്ലാൻ ചെയ്തു. ഇതിൽ മെയിൻ ടാസ്ക് എടുത്ത് വെക്കാനുള്ളത് നമ്മളുടെ അവിടേക്കല്ലേ പോകണത്, അതുകൊണ്ട് നല്ല ഇതുപോലത്തെ അറിയാം. ഇന്ന് ഫെബ്രുവരി 5 ഇസൂട്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇസൂട്ടിനക്ക് വിഷ് അയക്കണേ കമൻറ്റിൽ. അപ്പം ഇതാണ് ഇങ്ങനത്തെ നല്ല മഞ്ഞല്ലേ അവിടെ. അപ്പം ഞാൻ ഇങ്ങനത്തെ വെയേഴ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെക്കാനായിരിക്കും ഏറ്റവും ടാസ്ക്. ഇത് വെച്ചാൽ പെട്ടിത്തെ 15 കിലോ ഇത് തന്നെ കൊണ്ടുപോകും. അപ്പോൾ ഇനി ഇത് കുറച്ച് നിവർത്തിയിട്ടാണ് വെക്കുന്നത്. ഇനി കൊള്ളണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പാക്ക് ചെയ്യുമ്പോൾ ഡാഡിനെ വിളിക്കാമെന്ന് വിചാരിച്ചു. ആവശ്യം വരുമെന്ന് അറിയില്ല. പിന്നെ ഞാനിതിൻ്റെ വീഡിയോസിന് മുമ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് വേണോ വേണ്ടെന്ന്. അതായത് ഇങ്ങനത്തെ ട്രിപ്പ് പോകണവർക്കേ. അപ്പം ഇതൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. അത് രണ്ട് വെച്ചപ്പോൾ തന്നെ ഇവിടെ ഫുള്ളാണ്. നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെക്കാം കേട്ടോ സാധനങ്ങൾ. എനിക്ക് നല്ല ഭംഗിയുണ്ടല്ലേ ഇത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ഹുഡി കേട്ടോ. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാണ്, ടാഗൊന്നും പൊട്ടിച്ചിട്ടില്ല. ഇതൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നല്ല ഭംഗിയുള്ളൊരു സ്വെറ്റർ ഡ്രസ്സ്, ഇങ്ങനത്തെ വൂളൻ ടീഷർട്ട്സാണ്. ഞാനിങ്ങനെ കളർ കോമ്പിനേഷൻ ഒരു ബ്ലാക്ക് ആൻഡ് ഫുൾ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് വിചാരിച്ചിരുന്നു. അതൊക്കെ ചിലപ്പോൾ കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കാതെ ഇത് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഒരു റെഡ് കോമ്പിനേഷൻ ചെയ്യണോ അതോ വൈറ്റ് ആൻഡ് റെഡ് ചെയ്യണമെന്ന് അറിയില്ല. ഡ്രസ്സ് ചെയ്ത് നോക്കിയാലുള്ളൂ കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടുക. അതേപോലത്തെ ഒരു വുളൻ വെയറാണ് ഇത്. ഇങ്ങനെ കേട്ടോ, ഇതുപോലെ ഇങ്ങനെ ലൈന് വരുന്ന ഇങ്ങനത്തെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ഐ ഡോണ്ട് മേക്ക് നോയ്സ് ഇസോ. ഇത് പിന്നെ ഇതുപോലെ ക്രീം കളറിലുള്ളതാണ്. ഇത് കുറച്ചിങ്ങനെ കോളറുള്ള ടൈപ്പാട്ടോ. ഞാനെല്ലാം എക്സൽ സൈസിലാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചിട്ടോ, ഓൺലൈനിലല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഇങ്ങനത്തെ ക്രോഷൻ്റെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് കണ്ടപ്പോൾ ഒരു ഇഷ്ടം കൊണ്ട് വാങ്ങിച്ചാണ്. എവിടെ യൂസ് ആവുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പാക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഇതുപോലത്തെ ഒരു വുളൻ ഡ്രസ്സിൻ്റെ സെറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ പ്ലെയിൻ ബ്ലാക്കാണ് ഇതും, അതിൻ്റെ പാൻറ്റുമാണ്. സൈഡിൽ ഫോട്ടോ കൊടുക്കാം കേട്ടോ. അധികവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് ക്രീം കോമ്പോസാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതൊരു ബ്ലാക്ക് ജീൻസാണ്. ആർക്ക് ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് നല്ല അഫോർഡബിളായിട്ട് ഇത് ഞാൻ സെപ്പറേറ്റ് തന്നെ, എൻ്റെ മുഖം കാണാമല്ലോ. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് എന്താ ചെരിഞ്ഞു പോയത് സമയമില്ലാത്തത്. ഓക്കെ, ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ ചെയ്യേണ്ടത്. ഇത് ഭയങ്കര അഫോർഡബിളായിട്ടുള്ള ഫോട്ടോ കാണിച്ചു തരാം. മീഷോന്ന് വാങ്ങിച്ചൊരു വെയറാണ്. നല്ല രസമുണ്ട് കേട്ടോ. അതൊരു ക്രോഷറ്റിൻ്റെ ഇങ്ങനത്തെ ഒരു കോട്ടും അതുപോലെ ഇങ്ങനൊരു ഗൗണും അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് നല്ല അഫോർഡബിൾ പ്രൈസ്. ഇത് ചിലപ്പം തിരിച്ച് വരുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചു, അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇത് തെർമൽസാണ് കേട്ടോ. അതായത് അവിടെ നമ്മൾ ആദ്യം തെർമൽസ് ഇട്ടിട്ട് അതിൻ്റെ പുറത്തുള്ള ഡ്രസ്സിൻ്റെ ഇന്നർ അതിൻ്റെ പുറത്ത് കോട്ടിടണം, അത്ര തണുപ്പല്ലേ. അപ്പോൾ ഇത് അങ്ങനെയുള്ള തെർമൽസാണ്. അതിൻ്റെ ടോപ്പ് പുറത്ത് അത് ഞാൻ കൊടുത്ത് വെക്കട്ടെ മറക്കാതെ. പിന്നെ ഇത് എൻ്റെ അടുത്ത് ഇത് ഓൾറെഡി ഉള്ള ഒരു വൂളൻ ടീഷർട്ടാണ് കേട്ടോ. ഞാനിതിൽ വെക്കുന്നുണ്ട്. എനിക്ക് അവിടെ പോകുമ്പോഴേ ഇങ്ങനെ ഈ നോർത്തില്ലേ, പക്ഷേ നോർത്ത് ഇന്ത്യൻ ടച്ചിലൊരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ഫുള്ള് എപ്പോഴും മഞ്ഞുള്ള സ്ഥലമാണ്. അവിടുത്തെ നല്ല മൈനസിലൊക്കെയാണ് അവിടെ ചിലപ്പോൾ ടെമ്പറേച്ചർ ഉള്ളത്. അപ്പം അറിയില്ല ഇടാൻ പറ്റും. പക്ഷേ നോർത്ത് ഇന്ത്യൻ ലുക്കിലൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. ഞാനെന്തായാലും ഇത് കയ്യിൽ വെക്കുന്നുണ്ട്. ചാൻസ് കിട്ടിയാൽ
ഇടാൻ വേണ്ടി ഇതിൻ്റെ ഫോട്ടോ കൊടുക്കും. ഞാൻ ബർത്ത്ഡേക്ക് ഇട്ടില്ലേ പിങ്ക്, അതിൻ്റെ ഒരു യെല്ലോ അതിട്ട് വെച്ചിട്ട് തടിയൊക്കെ തോന്നിക്കുന്നുണ്ട്. പക്ഷെ കയ്യിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും എനിക്ക് നാളെ പോകുമ്പോഴാണുള്ളതാണ്. ഇതൊരു ബ്ലൂ ജീൻസ് ഒക്കെ ഓൺലൈനാണ്. ഇതിപ്പോൾ ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ചൊരു ബ്ലാക്ക് ടോപ്പ്. എന്തായാലും കുറച്ച് തടിയുള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. എനിക്ക് ഈ ജീൻസ് ടോപ്പ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ബ്ലാക്ക് എടുക്കണമെന്നാണ് തോന്നുന്നത്. അതായത് കുറച്ചുകൂടി കംഫർട്ടാണല്ലോ. അങ്ങനെ ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ കളർഫുൾ ആക്കാനും. പക്ഷേ ഇങ്ങനെ ഈ വെസ്റ്റേൺ വെയറിൽ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു ബ്ലാക്കാണ് മനസ്സിൽ വരിക. ബ്ലാക്ക് ഇടാം, അപ്പോൾ അത്ര തടി തോന്നിക്കില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ഡ്രസ്സുകൾ കുറേ ഉണ്ടാവും കേട്ടോ, ജീൻസിൻ്റെ ടോപ്പുകൾ. അപ്പോൾ ഇത് നമുക്ക് നാളെ ഇടാനുള്ളതാണ്. അപ്പോൾ ഞാനിത് വേറെ തന്നെ മാറ്റി വെക്കട്ടെ കേട്ടോ, പെട്ടിയിൽ വെക്കാണ്ട്. വേറൊരു ഡ്രസ്സ് ഉണ്ട്, അത് മറന്നു. ഇതൊക്കെ ഇപ്പോൾ ലാസ്റ്റാണ് കിട്ടിയത്, അതുകൊണ്ട് ഇതൊന്നും എൻ്റെ എണ്ണത്തിൽ ഉണ്ടായിരുന്നില്ല. എടാ AC 16 നമുക്ക് 16 ഇട്ടാ ഭയങ്കര ചൂട്. പക്ഷേ ഇപ്പോൾ തണുക്കാൻ പോകണം 4 ദിവസം. ഇത് വേറെ ഡ്രസ്സ് ഫോട്ടോ കാണിച്ചാൽ കേട്ടോ, രസമുണ്ട്. ഇത് ഇന്നലെ കിട്ടിയിട്ടുള്ളതുകൊണ്ടൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലല്ലായിരുന്നോ, അപ്പോൾ ഒരു 3-4 ദിവസം അവിടെ അടിച്ച് പൊളിച്ച് നിന്ന് കാര്യങ്ങളൊക്കെ മറന്നുപോയി. അല്ലെങ്കിൽ ഇതൊക്കെ സിംഗിൾ വീഡിയോ ആയിട്ട് ഇടണം എന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ ഇത് അതുപോലത്തെ ഒരു ഡ്രസ്സാണ്. ഇതും ക്രീമാണ്. ഞാനെന്താ എപ്പോഴും ഇങ്ങനെ ക്രീം എടുക്കുന്നതല്ലേ. ക്രീം ബ്ലാക്ക് അതാണ് കോമ്പിനേഷൻ ഉള്ളത് ഈ പരിപാടിക്ക്. കളറ് പാൻറ്റും ടോപ്പ് ആൻഡ് ഇതിന് കംഫർട്ടബിൾ ആയതുകൊണ്ട് വാങ്ങിച്ചാണ് കേട്ടോ. അതായത് ഭയങ്കര കവറേജുള്ള ഡ്രസ്സായി പോലെ തോന്നിയോണ്ട് വാങ്ങിച്ചാണ്. എന്തെങ്കിലും നിവർത്തി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. 15 കിലോ ഉള്ളൂ ഫ്ലൈറ്റിൽ. ആ ഒരു ഓർമ്മ കൂടി വേണം എനിക്ക്. ഉറങ്ങാറായില്ലേ? ഇത് മറ്റേ ഞാൻ ഇത് മേടിച്ചതാണ്, മറ്റേ പവർ ബാങ്ക്. ഐഫോൺ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല ദൂരയാത്രക്ക് പോകുമ്പോഴേ. സൗണ്ട് കുറച്ചാ ആങ്കറിൻ്റെ പവർ ബാങ്ക്. അത് ഇതിൻ്റെ കൂടെ ചാർജറും ഉണ്ടല്ലേ. ചാർജറുണ്ടോ? അതൊന്ന് ചാർജ് ചെയ്ത് വെക്കട്ടെ. ഇത് 2-3 മണിക്കൂർ ചാർജ് ചെയ്താൽ ഫുൾ ചാർജ്. അത് ഫുൾ ചാർജ് ആക്കി വേണം പോകാൻ. ഇത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 5000 സംതിങ് ഒക്കെയാണ്. പക്ഷേ ഈ ഐഫോൺ ഉള്ളവർക്ക് ഇത് മസ്റ്റാണ്. കാരണം എപ്പോഴാണ് ചാർജ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഇത് ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇത് ഗ്രീറ്റിംഗ് കാർഡാണോ? ഇതിങ്ങനെ ഞാൻ ഈ തലയിൽ കെട്ടൂലേ, ബന്ധാന. ഈ തലയിൽ ത്രികോണാക്കിയിട്ട് ഇങ്ങനെ കെട്ടൂലേ ഷോള്, അതിലത് അങ്ങനത്തെ പാക്കിങ് അതിൻ്റെ. ഇങ്ങനെ എൻ്റെ അടുത്ത് ഉണ്ടല്ലോ ഇങ്ങനത്തെ. സാധാരണ മാസ്കത്തിൽ പറഞ്ഞ് ഞാൻ മറന്നിക്കാം. ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന ഇപ്പം അങ്ങ് ചോദിച്ചപ്പോൾ മറന്നു. ഇട്ടാൽ ഉള്ളിൽ ചൂട് വരുന്ന ആ മറ്റേ കമ്പിളി പപ്പിനെ പോലത്തെ കണ്ടോ, കട്ടിയില്ല പക്ഷെ ആ മറ്റേ കമ്പിളി പോലത്തെ ആ ഒരു കമ്പിളി. അതാണ് തെർമൽസ്. ഇവനും അവൻ്റെ പാൻറ്റുമാണ്. ഇതൊക്കെ അവിടെ എത്തിയിട്ടാണ് ആവശ്യം. ഒരു സെറ്റ് സോക്സ് ബാഗിൽ വെക്കാം, വാനിറ്റി ബാഗിൽ. ബാക്കി ഇതിൽ വെക്കാം. നല്ല കുഞ്ഞ് ഗ്ലൗസ്. നല്ല രസമുണ്ട്. അതിൻ്റെ കുഞ്ഞു കൈമൊക്കെ പാകമായിട്ട് കിട്ടുമോ വിചാരിച്ചില്ല. അപ്പോൾ നോക്കുമ്പോൾ നല്ല രസമുള്ള ഗ്ലൗസ്. ഇതും വാനിറ്റി ബാഗിൽ വെക്കാം. ഏത് എല്ലാ ദിവസവും വേണമല്ലോ സുലു പറഞ്ഞ പോലെ. അതൊക്കെ ബാഗിൽ വെക്കാം. ഒക്കെ കൂടി മിക്സ് ആവണല്ലോ. ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. ഞാൻ പറഞ്ഞൊരു മഞ്ഞ ചുരിദാർ എടുത്തുനിന്ന് അതിലേക്കുള്ളൊരു ബാംഗിൾസ് വാങ്ങിച്ചാണ് കേട്ടോ. പറ്റുകയാണെങ്കിൽ സെറ്റാക്കാം. ഈ ഹാൻഡ് ഗ്ലൗസ് ബ്രഷ് ചെയ്ത് തന്നവരോട്ട് പോയിട്ട് ഹാൻഡ് ഗ്ലൗസ് ആൻഡ് ഈ സോക്സൊക്കെ നമുക്ക് ബാഗിൽ വെക്കാം കേട്ടോ. പിന്നെ എപ്പോഴും ആവശ്യം വരുന്ന സാധനം വെറ്റ് വൈപ്സ്. ഇത് ഇപ്പോഴും എനിക്ക് മസ്റ്റാണ്. നമുക്കൊരു ക്യാപ്പും മാസ്കും കൂടി ബാഗിൽ വെക്കാം കേട്ടോ. ചിലപ്പോൾ ഇനി വഴിമധ്യേ തണുത്താലോ എനിക്ക്. അപ്പോൾ ലഗേജ് തുറക്കണ്ടല്ലോ. ആരതെ സ്ഥിരം എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ലിപ്സ്റ്റിക്സ് 2 വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനിങ്ങനെ റീൽസൊക്കെ കണ്ട് മേടിച്ചാണ്. നല്ലൊരു മാറ്റ് ലിപ്സ്റ്റിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേറെ ടാഗ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ ഷോർട്സിൽ.
ഇത് നമ്മൾ സ്ഥിരം ഇതിൻ്റെ മെബിലേൻ്റെ വിനയൽ അങ്ങനെ 2 ലിപ്സ്റ്റിക്സ് പുതിയത് വാങ്ങിച്ചു. പിന്നെ ഒരു സാധനം വാങ്ങിച്ചത് ഉണ്ട് ഈസി ബ്ലർ എന്ന് പറഞ്ഞിട്ടേ ഇതിനൊരു അറൗണ്ട് 2000 എത്ര ആണ് കേട്ടോ. ഒരു കുഞ്ഞാപ്പി ബോട്ടിലാണ്ടൊക്കെ ക്യൂട്ടാപ്പി ഈസി ബ്ലർ. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതിനായിട്ട് ചെറുത് വാങ്ങിച്ചാണ് കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ വാഷ് ബാഗിൽ നമുക്ക് ഇതിൽ നമുക്ക് ടൂത്ത് പേസ്റ്റ് വെക്കാം. ഇത് പിന്നെ എൻ്റെ ബ്രഷാണ് കേട്ടോ. ഇത് ഡെൻ്റലിൽ നിന്ന് തന്ന ബ്രഷാണ്. ഈ ബ്രഷ് വെക്കാം. കുഞ്ഞ് ഫേസ് വാഷ് ഉണ്ട്. ഞാൻ ഹിമാലയയുടെ കുഞ്ഞ് സോപ്പാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. കൊണ്ടുപോകാൻ സുഖമാണ്. പിന്നെ അവിടെ ഭയങ്കര ഡ്രൈ അല്ലേ, അപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് മോയ്സ്ചറാണത്. ഇത് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാനുള്ളതാണ്. ഇതിന് 2 നെയിൽ പോളിഷ് ഉണ്ട്. ആൻഡ് സൺസ്ക്രീൻ ഞാൻ ഇതിലാട്ടോ വെക്കണേ. സൺസ്ക്രീൻ ഉണ്ട്. ഇതെൻ്റെ ടാബ്ലറ്റ്സ് ആണല്ലോ. ടാബ്ലറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചുമ വരുന്ന ആളല്ലേ, അപ്പോൾ ഞാൻ എൻ്റെ ചുമൻ്റെ ടാബ്ലറ്റ് ഉണ്ട്. അത് കൂടാതെ ഇത് 2 പെയിൻ കില്ലേഴ്സ് ഉണ്ട്. ഇതൊന്നും വീണു തിരക്കട്ടെ നേരത്ത്, കുടിക്കേണ്ട ആവശ്യം വരാതിരിക്കട്ടെ. 2 പെയിൻ കില്ലേഴ്സ് ഉണ്ട്. ഇതെനിക്ക് നൈറ്റ് അലർജിൻ്റെ കഫ് ഉണ്ടാവാറുണ്ട്, അപ്പോൾ അലർജി കഫിൻ്റെയാണ്. പിന്നെ ഇത് വിക്സ് ഉണ്ട്. നമ്മുടെ ഈ സാധനമുണ്ട്. പിന്നെ ഇതുവരെയായിട്ട് കുഴപ്പമൊന്നുമില്ല. ഈ മഞ്ഞത്തേക്ക് പോകുന്നതുകൊണ്ടൊരു കരുതൽ. ഇത് സ്ട്രപ്സിൽസ് ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വാനിറ്റി ബാഗിൽ വെക്കാം അല്ലേ. ഓക്കെ, അല്ല മെഡിസിൻസ് ലഗേജിൽ വെക്കാം. ഇത് മാത്രം വാനിറ്റിയിൽ വെക്കാം. ഇത് നമ്മളെ സ്ക്രബ്ബറാണ് കേട്ടോ. അതൊരു സ്ക്രബ്ബറുണ്ട്. പിന്നെ ഇത് മേക്കപ്പ് റിമൂവറാണ്. ഇതുണ്ട്. ഇത്രയും സാധനമല്ലേ. പിന്നെ ഉണ്ട് ഇത് ഫേസ് വാഷ്. ഫേസ് വാഷ് ഇത് മോയ്സ്ചറൈസിങ് ലോഷനാണ് കേട്ടോ. മേക്കപ്പ് ഇടുന്നതിന് മുന്നേ അല്ല, ഇത് സാധാരണ ഇത് ബാഗിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം എപ്പോഴും തേക്കേണ്ടി വരില്ല അല്ലേ, ഫോക്കസ് ആകാത്ത. ഇത് റവീനോടാണ്. അപ്പോൾ ഇത് നമുക്ക് ബാഗിൽ വെക്കാം. ഇതിങ്ങനെ ഫേഷ്യൽ റൈസേഴ്സാണ്. ഇത് ഇതിലിരിക്കട്ടെ. പിന്നെ ഇത് നമ്മുടെ ഒരു പാക്ക് മേടിച്ചാണ്, ഭയങ്കര ഡ്രൈ ആയാലും മുഖം ഓർത്തിട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. ഇത് നമുക്കിത് വാഷ് ബാഗിൽ വെക്കാം. വാഷ് ബാഗ് ഇപ്പം തന്നെ ചതിക്കല്ലേ. ഓക്കെ, സോ ദിസ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഒന്നും കുടിക്കണില്ല. മറ്റേതില്ലേ കുടിക്കണ വന്നിട്ട് കുടിക്കാം. അല്ല ബാഗ് വെക്കണം. പിന്നെ വാപ്പ എനിക്ക് കുറേ പൈസ ചില്ലറാക്കി കൊടുത്തു തന്നിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ പോകുമ്പോൾ ഈ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാ കുറേ പൈസ ഇതുപോലെ വാപ്പ എനിക്ക് ചില്ലറ കൊടുത്തു തന്നിട്ടുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് തന്നെ ഒരു പേഴ്സിൽ വേറെ വെക്കാമെന്ന് വിചാരിച്ചു, വാനിറ്റിയിൽ. ഓക്കെ, ഇതാണ് എൻ്റെ ബാഗ്. ഇതിൽ കൂടി സാധനങ്ങൾ വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ രാവിലെ ടിക്കറ്റ് അപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇനി പാസ്പോർട്ട് കൂടി വെക്കണം. നിങ്ങളവിടേക്ക് വരുമ്പോഴാണ് ഞങ്ങളത് കാണുക. ഞങ്ങളങ്ങോട്ട് ഇറങ്ങി പോയിട്ടില്ല. ഇത് ഈ ടൈപ്പിൽ പാക്ക് ചെയ്തുകൊണ്ട് എന്താ വെച്ചാൽ നമുക്കിത് ക്യാരി ചെയ്യാനും ഭയങ്കര സുഖം. വേറൊരു കവറിൻ്റെ ആവശ്യമില്ല. ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് പാക്ക് ചെയ്താൽ ഇതിൻ്റെ സൈഡിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത്, നിങ്ങളൊക്കെ വലുതായാൽ ഇനി എവിടെയൊക്കെ ഒന്ന് പോവാം. അപ്പോൾ തന്നെ അമ്മ ഏജ് ആകുമ്പോൾ ചിലപ്പോൾ എന്തിന് കൊടുക്കേസൊന്നും വെക്കാനല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. ഇപ്പോൾ നമ്മൾ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ ഞാനിപ്പോൾ ഇങ്ങനെ എണ്ണ തേച്ചൊരുമാതിരി ഷാളും ഡ്രസ്സൊക്കെ ഇട്ട് ലുക്കിലല്ലേ. ഇനി ടൂർക്ക് പോകുമ്പോൾ കുട്ടികൾ പറഞ്ഞ പോലെ ലുക്കൊക്കെ വേറെ ആക്കാറുണ്ട് ഗൈസ്. അപ്പോൾ അമ്മ നോക്കിയാൽ അമ്മയുടെ പോലെ ഇരിക്കുന്നുണ്ട്, അമ്മേൻ്റെ പോലെ. അപ്പോൾ എന്നാലും നിങ്ങൾക്കും ഇതുപോലെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ മുടങ്ങാതെ കണ്ടോളൂ. അതായത് ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് ഞാൻ ഡീൽ ചെയ്യണമെന്നൊക്കെ. അതായത് ഇപ്പം എപ്പോഴും എല്ലായിടത്തേക്കും പോകുന്ന ആൾക്കാർക്ക് എല്ലാത്തിനും ധൈര്യമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും പോയിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കാണെങ്കിലും അത്യാവശ്യം എല്ലാം കൈകാര്യം ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ പോയി വരാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. പിന്നെ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ല, പക്ഷേ ആ പോകാനൊരു ധൈര്യം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും നിങ്ങൾ എന്നെ കൂടെ ഫോളോ ചെയ്തോളൂ. അപ്പം നിങ്ങൾക്കും ഒറ്റയ്ക്ക് പോകാനുള്ള, ഇനി ഒറ്റയ്ക്ക് പോകണമെന്നില്ലല്ലോ, ഫാമിലിയായിട്ട് പോവുകയാണെങ്കിലും പോകാനുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ ബായ് പറയൂ. അപ്പോൾ അടുത്ത എൻ്റെ മണാലി വിശേഷങ്ങളുമായിട്ടല്ലോ. ഗുഡ് നൈറ്റ്.